പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I start the day with Praying Kerala. It has been a blessing to my life. ലോൺ അപേക്ഷിച്ചായിരുന്നു. പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് രണ്ട് കരങ്ങളും ഉയർത്തി പ്രഭാതത്തിൽ ചേർന്ന് എല്ലാവരും we appreciate everyone joining us from all over the globe. Yes, let's worship Jesus singing hallelujah. Lord, we sing you hallelujah. Glorious King, we thank you. Eternal Father, we thank you, Lord. Hallelujah. To Jesus be the glory. Hallelujah. ഈ പകലെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. യേശുവിന് ശുഭമായ ഭാവിയുണ്ട്. ആകയാൽ ഹൃദയം കലങ്ങിപ്പോകുവാൻ ഇടയാകാതെ യേശുവിൽ ആശ്രയിച്ച് Jesus, we bless you. Hallelujah. കേരളം ഒന്നിച്ച് ഇന്ത്യ മുഴുവൻ ചേർന്ന് യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. ബൈബിൾ അത് വ്യക്തമാക്കും. ഈ യേശു നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച് നമ്മെ വിടുവെക്കുന്ന കർത്താവ്. ആ യേശുവിൽ എപ്പോഴും നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. Jesus gives you eternal life and an abundant life. Whatever you need, you have it in Jesus. So stretch out in faith this morning and say, Lord Jesus, I need you. ആകയാൽ വിശ്വാസത്താൽ മുൻപോട്ട് കാലുകൾ എടുത്തു വെച്ച് ഈ പകൽ യേശുവിന്റെ സന്നിധിയിൽ, യേശുവേ എനിക്ക് അങ്ങ് ആവശ്യമുണ്ട്. ഓരോ കുടുംബത്തിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ കരങ്ങൾ രണ്ടും ഈ ആരാധനയുടെ നടുവിൽ ഉയർത്തിക്കൊണ്ട്
ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന കർത്താവ്, പെറ്റമ്മയെക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന യേശു, ആര് മാറിയാലും മാറാത്ത യേശു, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്, ആ യേശുവിന്റെ സ്പർശനം ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് വ്യക്തമായി പകർന്നു തരും. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. സിനു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വലിയ സാന്നിധ്യത നീ ഓരോരുത്തരെയും പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കരം അവരുടെ മേൽ വെച്ചാട്ടെ കർത്താവ്. നിന്റെ സാന്നിധ്യം നീ അവരെ പൊതിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ജീവൻ അവർ അനുഭവിപ്പാൻ, അങ്ങയുടെ സ്വാതന്ത്ര്യം അവർ എല്ലാ മേഖലയിലും അനുഭവിപ്പാൻ കർത്താവേ, പ്രഭാതത്തിൽ നിന്റെ കൃപയാൽ നീ നിറച്ചാട്ടെ. ഓരോ ഭവനങ്ങളിലും കർത്താവ് നിന്റെ സാന്നിധ്യം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ തന്നെ അവരുടെ അകവും കുറവും ഒരുപോലെ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ വചനം ദൈവശ്വാസ്യമായ വചനമാണ്. ആമേൻ. God breathed word. I'm proud of carrying and living on the God breathed word. ദൈവം ശ്വസിച്ച വചനം വഹിക്കുവാനും അത് ജീവിക്കുവാനും ഇടയായത് ഞാൻ തികച്ചും അഭിമാനിക്കുന്ന ഒരു വ്യക്തി. Lord, we thank you for your word which helps me to find my future in God. ദൈവത്തിൽ എനിക്കുള്ള ഭാവിയെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. So the word of God directs us. ദൈവത്തിന്റെ വചനം നമ്മുടെ പാതകളെ നമുക്ക് കാട്ടിത്തരുന്നു. And the word of God is the law. നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ട നിയമങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ. And the word of God is living. ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതാണ്. And the word of God is our bread. ദൈവത്തിന്റെ വചനം നമ്മൾ ദിനംതോറും ഭക്ഷിക്കേണ്ട അപ്പമാണ്. And in it you have everything. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എല്ലാമാണ്. You want science? Go to the word of God. ശാസ്ത്രം വേണമോ? ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകും. You want philosophy? Go to the word of God. You want to have an information about galaxies and all the constellations and the stars? Oh, innumerable stars in the sky. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനുപരിയായ നക്ഷത്രങ്ങളെ കുറിച്ച്, സൗരയുധത്തെ കുറിച്ച് എന്തൊക്കെയാണ് താങ്കൾക്ക് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ വചനം. മെഡിസിൻ, ടൈംസ് ആൻഡ് സീസൺസ്, വൈദ്യം, ദൈവവചനത്തിൽ സമയങ്ങളും കാലങ്ങളും. How you can become fruitful. താങ്കൾക്ക് എങ്ങനെ ഫലപ്രദമായി ജീവിക്കാൻ സാധിക്കും? Everything is there in the Bible. And do you want to be a good administrator and a leader? ഒരു നല്ല ലീഡറായി തീരുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവോ? Go to the word of God. Any management system of the world, the best management textbook that is available in the world has evolved from the word of God. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകം പോലും ഉരുത്തിരിഞ്ഞു വന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ. And above all, God is a God of order. നാം സേവിക്കുന്ന ദൈവം, സൃഷ്ടിതാവാം കർത്താവ്, അവൻ ക്രമത്തിന്റെ ദൈവമാണ്. ഒന്നും വാരി വലിച്ചിടുന്നില്ല, എല്ലാം അതിന്റെ പെർഫെക്റ്റ് ഓർഡറിലും. Everything in its perfect timing and rhythm. എല്ലാം അതിന്റെ തികഞ്ഞ സമയത്ത്, അതിന്റെ തികഞ്ഞ താളത്തിൽ വ്യക്തമായി പ്രവർത്തിക്കും. പാസ്റ്റർസിനു, ഇതേ ദൈവത്തിന്റെ വചനം നമുക്ക് ജീവനാണ്, നമുക്ക് ബലമാണ്, നമുക്ക് ആശ്വാസം.
ഈ പകൽ 46-ാം സങ്കീർത്തനം അതിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമോ? Psalm number 46 verses from 7 through 11 as we are going to read. Could you pick up your Bibles? Write it down please. ദയവായി അത് എഴുതി വെക്കുക. വീണ്ടും വീണ്ടും അത് വായിക്കുക. കഴിയുമെങ്കിൽ ഇന്നത് ഹൃദ്യസ്ഥമാക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ നൽകാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. Psalm number 46 verse 7. The Lord of hosts is with us. The God of Jacob is our refuge. Come, behold the works of the Lord, who has made desolations in the earth. He makes war cease to the end of the earth. He breaks the bow and cuts the spear in two. He burns the chariot in the fire. Verse number 10. Be still and know that I am God. I will be exalted among the nations. I will be exalted in the earth. The Lord of hosts is with us. The God of Jacob is our refuge. Pastor, ആ വാക്യം 10ാമത്തെ വാക്യം. Be still and know that God is. Be still and know that I am God. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. വാസസിനു ഈ സങ്കീർത്തനം, ഈ അധ്യായത്തെ നമുക്ക് രണ്ടായിട്ട് വീതിക്കാൻ പറ്റും. മെയിനായിട്ട് we can divide this chapter into two. The first part says a side of problems. പ്രശ്നങ്ങളുടെ ഒരു വശം. The rivers, the seas, ഇങ്ങനെ അടിച്ചുയർന്നു വരുന്ന തിരമാലകൾ, ഭൂമി മാറിപ്പോകുന്ന അവസ്ഥകൾ, വലിയ വലിയ ഭൂകമ്പങ്ങൾ, വലിയ വലിയ സുനാമികൾ എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ആ പദങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അന്നിഹിലേറ്റ് ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന, കംപ്ലീറ്റ് സീറോയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യങ്ങളും, അതിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, സൃഷ്ടിതാവിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഓടി വരുമ്പോ, തലയ്ക്ക് മീതെ അടിച്ചുയരുമ്പോ നമ്മൾ നെട്ടോട്ട് ഓടണ്ട. ബി സ്റ്റിൽ. അവിടെ നിന്ന് വെറുതെ നിൽക്ക്, മിണ്ടാതിരിക്കുക, എന്നിട്ട് ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുക. ഹല്ലേലൂയ. നമ്മൾ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലൂടെ പോകുമ്പോൾ what we usually do is we try to do everything that we think. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. But the word of God says be still. ഒന്നും മിണ്ടാതിരുന്ന്, that means ഒന്ന് ശാന്തമായിട്ടിരുന്ന്. എനിക്കറിയാം സുനാമി വരുമ്പോൾ ശാന്തമായിട്ടിരിക്കണമെന്നാണോ ബ്രദറെ പറയുന്നത്? താഴെ നിൽക്കുന്നതിന്റെ കീഴെയുള്ള മണ്ണ് പൊക്കോണ്ടിരിക്കുമ്പോൾ വെറുതെ നിൽക്കണമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാ പറയുന്നത്. വചനം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. Be still. Be still. Be still. ഇന്ന് ആത്മഹത്യ ചെയ്യുവാൻ കരുതി വെച്ച മരുന്ന് കയ്യിലുണ്ട്, ആ സിസ്റ്റം, ആ പ്ലാൻ ഉണ്ട്. ഇന്ന് അതിനേക്കാൾ നല്ലത് വല്ലതും ഉണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ വഴി യേശുവിന് താങ്കൾക്ക് വേണ്ടിയുണ്ട്. And I tell you, Jesus has always a better way out for us. നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചേർന്നിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് എപ്പോഴും ഒരു വഴിയുണ്ട്. Be still and know that I am God. നീ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ദൈവത്തെ ദൈവമെന്നൊന്ന് തിരിച്ചറിഞ്ഞേ.
തൊട്ടു താഴെ എഴുതിയിരിക്കുന്നത് ഹി വിൽ ബി എക്സോൾട്ടഡ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടും. ദാറ്റ് മീൻസ് നമ്മളെ ഇല്ലാതാക്കിയിട്ട് സൃഷ്ടിതാവാം ദൈവം നമ്മിൽ ഉയർത്തപ്പെടുകയല്ല, പകരം നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുമല്ലാതെയും സൃഷ്ടിതാവിന്റെ നാമത്തെ ഉയർത്തുന്ന നിലയിൽ അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, ഉയർപ്പിന്റെ അനുഭവങ്ങൾ ഈ യേശു നമുക്ക് നൽകി തരും. Can you think about somebody who can lift you up this morning? താങ്കളെ ഉയർത്താൻ കഴിയുന്ന ഒരുവനെ കുറിച്ച് താങ്കൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? Can you dream about a way out? ഒരു വഴിക്ക് വേണ്ടി താങ്കൾക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? Can you think about a miraculous healing? I tell you, there is a way. ഞാൻ വ്യക്തമായി പറയട്ടെ, ഒരു വഴിയുണ്ട്. ഇനി ആ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. One side the problems, Yes. challenging situations, annihilating works of the enemy, നശിപ്പിച്ചു കളയുന്ന, റൂട്ട് ഔട്ട് ചെയ്യുന്ന, വേരോടെ പിഴുതു മാറ്റുന്ന ശത്രുവിന്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും. ബട്ട് ദൈവത്തിന്റെ ഭക്തൻ പറയുന്നേക്ക്, God is my refuge. Amen. Jesus is my refuge. Yes. Could you make Jesus the refuge Amen. of your life? ജീവിതത്തിൽ യേശുവിനെ ഒരു അഭയമാക്കി മാറ്റുവാൻ താങ്കൾക്ക് കഴിയുമോ? യെസ്. ഒരു നിമിഷം ഞങ്ങൾ ശാന്തമാകുകയാണ്. താങ്കൾക്ക് വേണ്ടി കഴിയുമെങ്കിൽ ആ വീട്ടിനകത്ത്, ആ ഓഫീസിൽ, ആ യാത്രയിൽ കഴിയുമെങ്കിൽ കഴിയുന്നിടത്തൊക്കെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ആ മുഴങ്കാലിൽ മേല് 2 കരവും നിവർത്തിക്കൊണ്ട് ഒരു നിമിഷം ശാന്തമായിട്ട് ചിന്തിച്ച്, വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ അഭയമായിട്ടുണ്ടോ? എൻ്റെ സൃഷ്ടിതാവ്, എൻ്റെ യേശു എൻ്റെ അഭയമായിട്ടുണ്ടോ? Or am I still going after the thoughts of my brain and my system? എൻ്റെ തലച്ചോറും അനുബന്ധ സംവിധാനങ്ങളും ഉത്ഭവിപ്പിക്കുന്ന ചിന്തകളുടെ പിറകെയാണോ ഞാൻ പോകുന്നത്? അതോ സൃഷ്ടിതാവാം യേശുവിൽ ആശ്രയിച്ചാണോ പോകുന്നത്? 47-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇതേ ദൈവത്തിന്റെ ഭക്തൻ ഒരു ഘോഷസ്വരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരാളെ യേശു ഉയർത്തിയപ്പോ ആ ആള് മറ്റുള്ളവരോട് കൂടെ നിങ്ങളും കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. 11-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിട്ടുമാറാം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമ്മെ വിട്ടുമാറാം, നമ്മുടെ മക്കൾ നമ്മളെ വിട്ടുമാറാം, നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് നമ്മളെ വിട്ടുമാറാം. Everyone may keep a distance from you, or they can, or maybe going through a season of dejection or rejection, rejected by all our beloved ones. Doctors may have brought a negative report that might be haunting you this morning. Some areas of deception, some areas of hidden sins, some areas of bondages, ജീവിതത്തിന്റെ ചില രഹസ്യ പാപങ്ങൾ, ജീവിതത്തിലെ ചില അടിമയായി പോകുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ ഹോണ്ട് ചെയ്യപ്പെടുന്ന കുറ്റബോധങ്ങൾ, എന്തു ചെയ്യണമെന്നറിയാതെ സ്വന്തം ബന്ധം, പ്രിയപ്പെട്ടവർ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത വ്യക്തിയായി താങ്കളുടെ ജീവിതം പുറം ലോകം അറിയാതെ ഇന്ന് ജസ്റ്റ് ആസ് എ സ്മോൾഡറിംഗ് കിച്ചൺ, പുകയുന്ന ഒരു നെരിപ്പോട് പോലെ, അടുപ്പ് പോലെ പുകയുന്നൊരു ജീവിതമെങ്കിൽ 1 John 1:7, 1 യോഹന്നാൻ 1:7, the blood of Jesus cleanses us from all our sins. യേശുവിൻ്റെ രക്തം. ഞാൻ ആ വാക്യം പറയുമ്പോൾ തന്നെ
ആ ശരീരത്തിൽ ആ വചനത്തിന്റെ ശക്തി അനുഭവിക്കും. ഇപ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. There is a way of cleansing available in Jesus. യേശുവിൽ കഴുകപ്പെടുവാനുള്ള ഒരു വഴിയുണ്ട്. യേശുവിൽ ഒരു കുറ്റമറ്റ മനസാക്ഷി താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, when there is an undefiled consciousness is waiting for you in Christ Jesus, or the only place under heaven on earth where you can have a undefiled consciousness, that's a place of Jesus. യേശുവത്രേ ആ സ്ഥലം. കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ശിക്ഷകളുടെ അളവുകൾ വർദ്ധിക്കുന്നു, ജയിലുകളുടെ എണ്ണം കൂടുന്നു, ജയിലിലാക്കണമെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്നു, തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചുകൂട്ടുവാനുള്ളവരുടെ എണ്ണം കൂടുന്നു. അതെല്ലാം ആ മുറയ്ക്ക് പോകട്ടെ. പക്ഷെ ആ സംവിധാനങ്ങൾക്കൊന്നിനും 12 വർഷത്തിന് 20 വർഷത്തെ തടവും 100 വർഷത്തെ തടവിനും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മനസ്സാക്ഷിയെ കുറ്റമറ്റതാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരേ ഒരു വഴി യേശു. യേശു പകൽ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരറിഞ്ഞും അറിയാതെയും ഇടപെട്ടതായ വിവരങ്ങൾ, വിഷയങ്ങൾ ആരും അറിയാതെ ഉടയുന്ന ജീവിതമാണെങ്കിൽ, ആ കുറ്റബോധം താങ്കളെ കാർന്നു തിന്നുന്നെങ്കിൽ എവിടെ ഇതൊന്ന് ഇറക്കി വെക്കും. ഇങ്ങനെ പോയാൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കും. ഭയം, ആകുലതകൾ, ആങ്സൈറ്റീസ്, ഫിയർ and being intimidated by every reason that surrounds you. ജീവിതത്തിന്റെ ചുറ്റുപാടും വരുന്ന ഓരോ വിഷയങ്ങളിലും ഭയപ്പെട്ടു പോകുന്ന ഒരു അനുഭവം. being dwarfed by different schemes of the enemy. ശത്രുവിന്റെ പല ആയുധങ്ങളുടെ മുമ്പിൽ പിടിക്കപ്പെട്ടു പോയ ഒരു അടിമയെ പോലെ ആയി പോകുന്ന ഒരവസ്ഥ. There is a way out for you. താങ്കൾക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. 11ാമത്തെ വാക്യം, be still and know that God is there. ശാന്തമായി ദൈവത്തിൽ ആശ്രയിക്കുക, യേശുവിൽ ആശ്രയിക്കുക. Could you lift your hands to the Lord? രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യം. ഒരു കുറ്റമറ്റ മനസ്സാക്ഷി എനിക്ക് തരണമേ. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിറകണ്ണുകളോടെ ആയിരങ്ങൾ ഇന്ന് പകൽ യേശുവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ലോകരാജ്യങ്ങളിൽ അടുത്തു വരുമ്പോൾ കാൽവറി ക്രൂശിൽ ഒഴുക്കി അവിടുത്തെ പരിശുദ്ധ ചോരയാൽ പാപങ്ങളെ കഴുകണമേ. ഈ ജനത്തോട് ക്ഷമിക്കണമേ. ഈ ജനത്തോട് ക്ഷമിക്കണമേ. Lord, give them a clear conscience, Lord. ഒരു കുറ്റമറ്റ മനസ്സാക്ഷി അവർക്ക് നൽകണമേ. An undefiled consciousness that none of us would be after this world. ഈ ലോകത്തിന്റെ പിറകെ അല്ല ഇനിയും. ഞങ്ങൾ യേശുവിനായി ഞങ്ങളുടെ സൃഷ്ടിതാവിന്റെ വഴിയിൽ ജീവിക്കും. Lord, here we are. ഞങ്ങളെ തന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഓർഡർ അവർ സ്റ്റെപ്സ്, ലോർഡ്. ഞങ്ങളുടെ പാതകളെ അവിടുന്ന് നേരെയാക്കണമേ. ആൻഡ് എസ്റ്റാബ്ലിഷ് അവർ ഫീറ്റ്, ലോർഡ്. ഞങ്ങളുടെ പാതകളെ അവിടുന്ന് ഉറപ്പിക്കണമേ. ടേക്ക് us, Lord, to the rock of ages. യുഗങ്ങളുടെ പാറയായ യേശുവേ, അങ്ങിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. എൻ്റെ സഹോദരനെ ഉയർത്തണമേ. എൻ്റെ സഹോദരിയെ ഉയർത്തണമേ. ആ മാതാവിനെ, ആ പിതാവിനെ, ആ യുവാവിനെ, ആ യുവതിയെ പുറം ലോകം അറിയാതെ ഉള്ള അടിമത്തങ്ങൾ അവിടുന്ന് അവരെ വിടുവിക്കണമേ. ലോർഡ്, സെറ്റ് എവരിവൺ ഫ്രീ ഫ്രം ദ സ്നേഴ്സ് ഓഫ് ദ എനിമീസ്, ലോർഡ്. ശത്രുക്കളുടെ
ചതിക്കുഴിവുകളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് ഈ പ്രിയമുള്ളവരെ വിടുവിക്കണേ. Set them free, Lord. Yes, Lord. As I pray in Jesus' name, and I declare 100% freedom in Jesus over their lives, Lord. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ 100% സ്വാതന്ത്ര്യത്തിന്റെ ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ആ ജയിലുകളിൽ ആ ജീവിതങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. യേശു അവരുടെ പാപങ്ങളെ കഴുകി മോചിച്ചത്, അതിന്റെ നന്മ അവർ അനുഭവിക്കട്ടെ. Yes, Lord. യേശുവിൻ നാമം. Jesus has a better way for you. Let's trust and believe in Jesus. യേശുവിന് നമുക്ക് വേണ്ടി വ്യക്തമായൊരു വഴിയുള്ളത് കൊണ്ട് യേശുവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് യാത്ര, ജോലി, പഠനം, കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ, അടുക്കളയിൽ, കുടുംബത്തിൻ്റെ വിവിധ മേഖലകളിൽ, കുടുംബ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ, എല്ലായിടത്തും സ്വർഗത്തിലെ ദൈവം താങ്കളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, യേശു താങ്കളോട് കൂടെയുണ്ട്. I tell you, മാറിൽ കരങ്ങൾ വെച്ചിട്ട് എന്നോട് ചേർന്ന് ഇങ്ങനെ പറയൂ, Jesus is with me. Jesus is with me. Jesus is with me. യേശു എന്നോട് കൂടെയുണ്ട്. ആ രണ്ട് കരവും ഉയർത്തി, ആ രണ്ട് കരവും നെഞ്ചത്ത് വെച്ചിട്ട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറ, യേശു എന്നോട് കൂടെയുണ്ട്. യേശു എന്നോട് കൂടെയുണ്ട്. യേശു എന്നോട് കൂടെയുണ്ട്. യേശു എന്നോട് കൂടെയുണ്ട്. കർത്താവിന് അനുഗ്രഹം താങ്കളോട് കൂടെ ഇരിക്കട്ടെ. താങ്കൾ പോകുന്ന വഴിയിൽ കർത്താവ് താങ്കളെ പരിപാലിക്കട്ടെ. May the favor of the living God be upon you. ദൈവത്തിന്റെ പ്രസാദം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ. And may the Lord of heaven prosper you and multiply you. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം താങ്കളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വികസിപ്പിക്കട്ടെ. Blessed be the name of Jesus. യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രിയമുള്ളവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ സുനാമി പോലെ അടിക്കുന്ന വിഷയങ്ങളാണ് വരുന്നതെങ്കിലും നമ്മൾ അതിനകത്ത് പ്രയാസപ്പെടേണ്ട, നമ്മൾ തകർന്നു പോകണ്ട. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ കേട്ടതുപോലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളെ വിടുവിപ്പാനായി, നമ്മളെ ഉയർത്താനായിട്ട് കർത്താവ് കൂടെയുണ്ട്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവൻ നമ്മളെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തും, നമ്മളെ മാനിക്കും, നമ്മളെ വഴി നടത്തുകയും തന്നെ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഈ ഓൾറെഡി കാണുന്ന സകല വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നീറുന്ന നുറുങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകം ജീവിതങ്ങൾ നമുക്കൊന്നിച്ച് പ്രിയമുള്ളവരെ കരങ്ങൾക്ക് പ്രാർത്ഥന കേരളത്തിൽ ആവരിക്കുന്ന പങ്കാളികളേക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ കാണുന്ന സകല വിഷയത്തിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ, വിടുവിക്കാനും വേണ്ടി കരങ്ങൾ ഉയർത്തിയെടുക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓൾറെഡി വന്നിരിക്കുന്ന സകല വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ തരിക. വിവിധ പ്രയാസങ്ങളിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവെ നീ അറിയുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്ന് പ്രഭാതം ഞങ്ങൾ അങ്ങയുടെ വചനത്തിലൂടെ കേട്ടതുപോലെ കർത്താവെ പ്രശ്നത്തിനടുവിൽ കർത്താവെ തകർന്നു പോകാനല്ല, മറിച്ച് കർത്താവിടെ നിന്ന് കർത്താവെ അങ്ങയുടെ പ്രവൃത്തികളെ കാണുവാൻ നീ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന വിഷമതകൾ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് വിടുവിക്കുമാറാകണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അതങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബാംഗ്ലൂരിൽ നിന്ന് എൽസമ്മ വിളിച്ചിരിക്കുന്നു. എൽസമ്മയ്ക്ക് ക്യാൻസർ ആണ് ഭാരപ്പെടുന്നു, ബിസിനസ് തകർന്നു, സ്ഥലം വിൽക്കണം, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയപിതാവെ എൽസമ്മയ്ക്കും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്തിൽ ആ ജീവിതങ്ങൾ നിറയ്ക്കുമാറാകണം. കർത്താവെ അവർ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും നീ മറുപടി നൽകി അവരെ സഹായിക്കുമാറാണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പൂർണ്ണ സൗഖ്യ, ക്യാൻസറിൽ നിന്ന് നല്ലൊരു വിമോചനം നൽകുന്നതിനായി സ്തോത്രം. കർത്താവെ അവർ തകർന്നു പോയിരിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമാറാകട്ടെ. ബിസിനസ് അഭ്യുന്നതിയിലേക്ക് കടന്നു വരേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ കണ്ടിട്ടില്ലാത്ത വഴികൾ അവർക്കായി തുറക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങേക്ക് കഴിയാത്ത യാതൊരു കാര്യങ്ങളും ഇല്ലല്ലോ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തുറന്നു വരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ മുടക്കം വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കർത്താവെ നീ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓമന ചങ്ങന്ന് വിളിച്ചിരിക്കുന്നു. അനുജൻ തോമസ് ക്യാൻസർ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് വചനമയച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പന്തളത്ത് നിന്നും എൽസി വിളിച്ചിരിക്കുന്നു. കഴുത്തിലെ ഡിസ്ക് അകന്നിരിക്കുന്നു, ഇടത്ത് കൈമുട്ടിന് സ്വാധീനമില്ല,
വിരലുകൾ മടങ്ങുന്നില്ല. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ എൽസിക്കായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ശരീരത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളും മാറട്ടെ, ക്ലിയർ ആകേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടായതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മറിയാമ്മ കോഴഞ്ചേരി വിളിച്ചിരിക്കുന്നു. നടുവേദന പ്രാർത്ഥിക്കണം. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ നടുവേദന പൂർണ്ണമായിട്ട് ഭേദമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ അസ്ഥികളെല്ലാം നോർമൽ ആവട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മാർത്താണ്ഡത്ത് നിന്ന് ഷിബി വിളിച്ചിരിക്കുന്നു. 6 മാസം പ്രായമായ കുട്ടി നിർത്താതെ കരയുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഷിബിക്കായി കുടുംബത്തിനെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആ നിർത്താതെയുള്ള കരച്ചിൽ നിർക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, എല്ലാ കർത്താവെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആ കുഞ്ഞിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ആ കുഞ്ഞിനെ നീ നിയന്ത്രിക്കുമാറാകണം യേശുവിന്റെ നാമത്തിൽ തന്നെ. നാൻസി തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു, ശരീരത്തെ അസ്വസ്ഥകൾ. പ്രാർത്ഥന കർത്താവായ യേശുവിന്റെ നാമത്തിലെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിയിൽ കാണുന്ന ദുസ്വപ്നം ഇങ്ങോട്ട് മാറട്ടെ. അസാധ്യങ്ങളെ സാധ്യമായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ വായിൽ നിന്ന് യേശുവിന്റെ നാമം ഉയരട്ടെ. ആ ദുസ്വപ്നങ്ങൾ ഇന്ന് മുതൽ കാണാതാകട്ടെ. എന്റെ കർത്താവ് നല്ല ഉറക്കം കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പനിയും ശരീരത്തിൽ നീരിന് വളരെയധികം പ്രയാസപ്പെടുമ്പോഴാണ് പ്രാർത്ഥനാ കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച വീണ സൗദിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി എന്ന ആ സഹോദരി വിളിച്ചു പറയുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഭർത്താവിൻ്റെ 18 വർഷമായിട്ട് ഉണ്ടായിരുന്ന ദുസ്വഭാവമായിരുന്നു പാൻ മസാലയുടെ ഉപയോഗം. യേശു അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകി. പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പാൻ മസാല നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും അത് ലഭ്യമാകുന്നുണ്ട്. അതിന് വിരോധമായി സംസാരിക്കുന്നവർ പോലും അതിൻ്റെ അടിമകളായി പോയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിയമത്തിന് ഒരു അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. സപ്രസ് ചെയ്ത് വെക്കുവാൻ, അമർത്തി വെക്കുവാൻ കുറെ നേരം കഴിയും. നാളെ അത് പുറത്തു വരും. ഒരടിമത്തത്തെ അമർത്തി വെക്കുന്നത് ഉറവ അടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമായിരിക്കും. ഒരിടം അടയ്ക്കും, അടുത്ത സ്ഥലത്തൂടെ അത് പുറത്തു വരും. മകൾക്ക് വയറുവേദന 5 വർഷമായി ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ടു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. പല ചികിത്സകൾ ചെയ്തതാണ്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രാർത്ഥനയുടെ ഫലമായി മരുമകന് മദ്യപാനം നിന്നു. 2 മാസമായി മദ്യപിക്കുന്നില്ല. ആനി, ഇത് കോഴിക്കോട് നിന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തങ്കമണി നെയ്യാർ ഡാമിൽ നിന്ന് ഇന്നലെ എറണാകുളത്ത് നടന്ന മാസത്തില് മീറ്റിംഗില് കണ്ണിന് സൗഖ്യമില്ലാതെ ഞാൻ വന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂർണ്ണ സൗഖ്യവും കാഴ്ചയും യേശു നൽകി. മിസ് മേരി എറണാകുളത്ത് നിന്ന് ഈ വിവരം നമുക്ക് ഒന്നും കാണുവാനും പറ്റില്ലായിരുന്നു. TV യിൽ നോക്കുവാനോ കഴിയില്ലായിരുന്നു. ഒന്നും കാണുവാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥന കേരളത്തിന്റെ മീറ്റിംഗ് ശരിക്കും കുടുംബ സംഗമമാണ്. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ പാസ്റ്റർ, എന്റെ പേര് ജോസഫ്. ഞാൻ എറണാകുളത്തൊരു റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ ആയിട്ട് ജോലി ചെയ്യാണ്. പ്രേയിങ് കേരള ടീം എറണാകുളത്ത് വന്നപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സാക്ഷ്യമായിട്ട് പറയാനായിരുന്നു. എന്ത് സംഭവിച്ചു മിസ്റ്റർ ജോസഫ്? സാമ്പത്തിക മേഖലയില് എന്റെ ബിസിനസിനെ അല്ല കർത്താവിൽ ആശ്രയിക്കാൻ കൃപ ലഭിച്ചു. പിന്നെ രണ്ടാമത് ബിസിനസ് കർത്താവ് നടത്താൻ തുടങ്ങി. മൂന്നാമത് സാമ്പത്തിക മേഖലയിലെ കർത്താവ് എന്നെ സ്വതന്ത്രനാക്കി. വെരി ഗുഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് മിസ്റ്റർ ജോസഫ് താങ്കളോടൊപ്പം പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ മുഴുവൻ സന്തോഷിക്കുകയാണ്. ബിസിനസ് നിമിത്തം, സാമ്പത്തിക കെടുതി നിമിത്തം ആത്മഹത്യയുടെ മുമ്പിലായിരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ നോക്കിക്കേ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിച്ചതുപോലെ യേശുവിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആശ്രയിച്ചപ്പോൾ യേശു ആ ജീവിതത്തിന് സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യം നൽകി. ബിസിനസ് താൻ ചെയ്തുകൊണ്ടിരുന്നത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചപ്പോൾ യേശു തനിക്ക് വേണ്ടി ബിസിനസ്സിൽ മുൻപിൽ ഇറങ്ങി നിന്നു. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ
നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ വരുമാനങ്ങളിൽ യേശു ഇറങ്ങി നിൽക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കാം. സഹോദരങ്ങളെ, ആയിരങ്ങളുടെ വിടുതലുകൾ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഞങ്ങളോടൊപ്പം കർത്താവ് ഇറങ്ങി നിൽക്കുന്നു. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും താങ്കൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കൊണ്ട്. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ആ മിസ്റ്റർ ജോസഫിനെ പോലെ ബിസിനസ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് പകൽ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥന കേരളത്തിൽ പ്രത്യേകാൽ അല്പം എണ്ണ എടുത്ത് നമ്മളുടെ കരങ്ങളിൽ തന്നെ വച്ച് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളോടൊപ്പം ആ സന്ദർഭങ്ങളിൽ ചേർന്ന് പ്രാർത്ഥിക്കണം. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് അത് ശരീരത്തിൽ പുരട്ടുമ്പോൾ നമുക്ക് നൽകിത്തരും. ഞങ്ങൾ അല്പനിമിഷങ്ങൾക്കുള്ള അതിലേക്ക് തിരിച്ചു വരാം. അതിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത എണ്ണ അടുക്കളയിലോ എവിടെയാണെങ്കിലും അത് എടുത്ത് ക്രമീകരിച്ചു വെക്കുക. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ബിസിനസ് പൊട്ടി, കടഭാരം കയറി, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. യേശുവോട് നമുക്ക് പറയാം, ജീവിതത്തിലേക്ക് ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ. യേശു ആ ഭാരം ഏറ്റെടുക്കും. ഞങ്ങളത് അനുഭവിക്കുന്നു, ഞങ്ങളത് വ്യക്തമായി അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി, ആ യുവാവാണ് താങ്കളെങ്കിൽ, ആ പിതാവാണ് താങ്കളെങ്കിൽ, ആ സഹോദരിയാണ് താങ്കളെങ്കിൽ, എന്ത് ചെയ്തിട്ടും ബിസിനസ്സിൽ കയറി വരാൻ കഴിയുന്നില്ല. ഈ പകൽ കരങ്ങളെ ദൈവത്തിന് സ്ഥലിലേക്ക് ഉയർത്തുകയോ ഓടിയ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടെ, യേശുവേ, നിന്റെ വചനം പറയുന്നു, നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വീണ്ടും നിന്റെ വചനത്തിൽ വായിക്കുന്നു, whatsoever things that you bind on earth shall remain bound in heaven, and whatever things that you loose on earth shall remain loosed in heaven. ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ആകയാൽ ഈ പകൽ കർത്താവെ, ബിസിനസ് മേഖലയിലെ ക്ലേശങ്ങൾ നിമിത്തം സാമ്പത്തികമായി കെടുതിയില് അടിമകളായി പോയ അജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ മിസ്റ്റർ ജോസഫിന് വേണ്ടി ചെയ്തു കൊടുത്തതുപോലെ കർത്താവിന്റെ അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ അവരുടെ ബിസിനസ്സിൽ ഇറങ്ങട്ടെ. സാമ്പത്തിക സ്വാതന്ത്ര്യം, യെസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് ഒരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, എന്തോ? ഹലോ ബ്രദറെ, ഞാൻ മാവേലിക്കരന്ന് സൂസനാ വിളിക്കുന്നേ. ഹലോ, എനിക്ക് പിന്നെ ഒരാഴ്ച കൊണ്ട് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോ, ടെസ്റ്റ് ചെയ്തപ്പോ ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാ പറയുന്നത്. അത് നാളെ എനിക്കൊരു വലിയ ടെസ്റ്റ് ഉണ്ട്. ഇത് കർത്താവിന്റെ കരം അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, കർത്താവ് അത്ഭുതം ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭയങ്കര നടുവേദന, അസ്വസ്ഥത, അതെല്ലാം ശാരീരികമായിട്ട് അതിന്റേതായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ദൈവം എനിക്ക് വേറെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. എന്റെ മകളുടെ മുഴ കയ്യിൽ നിന്ന് മാറ്റി തൂത്ത് കളഞ്ഞ പോലെ അത് അന്നേരം പ്രാർത്ഥിച്ചപ്പോ അവിടത്തെ പ്രാർത്ഥനയിൽ. പിന്നെ മോളുടെ കുഞ്ഞിന് 2.5 വയസ്സുള്ള കുഞ്ഞിന് വയറ്റുവേദന മാറിയായിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞതാ. ഇപ്പം അത് കഴിഞ്ഞാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. ഇത് അത്ഭുതം ദൈവം ചെയ്യാൻ നാളെ ഞാൻ 9 മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അന്നേരം എനിക്ക് ഇതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടതാ. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കണേ. 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചു പറയാൻ, നാളെ 11 മണിക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയാൻ പോകുന്ന മിസ് സൂസൻ യേശു ചെയ്ത വിടുതലായിരിക്കും. ഒന്നാമത്തെ പ്രശ്നത്തിൽ യേശു വിടുതൽ നൽകി, രണ്ടാമത്തെ പ്രശ്നത്തിൽ യേശു വിടുതൽ നൽകി, മൂന്നാമത്തെ പ്രശ്നത്തിലും ഇതേ യേശു നമ്മെ വിടുവിക്കുവാനായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. യേശുവിൽ വിശ്വസിക്കുക. പ്രൈ കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ സിസ്റ്റം ഇവിടുന്ന് മാറട്ടെ. അസൂസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യൂട്രസൽ സിസ്റ്റ്, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ട്യൂമറുകളാൽ, തലച്ചോറ് മുതൽ തലയുടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് മുതൽ താഴെ വരെ, അകത്തും പുറത്തും എവിടൊക്കെ ട്യൂമറുകളുണ്ടോ, ഈ പകൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഇതിന്റെ മീതയാകയാൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഇപ്പോൾ തന്നെ ആ ട്യൂമറുകൾ മാറിപ്പോ. ആ മകളുടെ കയ്യിൽ നിന്ന് ആ ട്യൂമർ
ഞങ്ങളല്ല ഓപ്പറേറ്റ് ചെയ്തത്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു അത് എടുത്തു മാറ്റി. ഇപ്പോൾ തന്നെ താങ്കളുടെ ശരീരത്തിൽ യേശുവിന്റെ ഓപ്പറേഷൻ നടക്കാൻ പോകുക. അത് അവിടുന്ന് മാറും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ട്യൂമറുകൾ, അതിന്റെ ഓരോ റൂട്ടും, അതിന്റെ ഓരോ സെല്ലും, യെസ്, അത് ഏതൊക്കെ ശരീരത്തിന് ഏതൊക്കെ ഭാഗങ്ങളിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുവോ അവിടെ അത് മുഴുവൻ കരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് കരിയട്ടെ. I burn every cell of that tumor in Jesus' name. Every unwanted tissue, യേശുവിന്റെ നാമത്തിൽ get burned in Jesus' mighty name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് കരിഞ്ഞു മാറട്ടെ, അത് കരിഞ്ഞു മാറട്ടെ, അത് കരിഞ്ഞു മാറട്ടെ. യെസ്, അത് കരിഞ്ഞു മാറട്ടെ. ഉദരത്തിൽ നിന്നുള്ളത് അത് പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, അത് സംഭവിക്കട്ടെ. തലച്ചോറിനകത്തെ ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Yes, be made nothing in Jesus' name. Be made zero in Jesus' name. I declare catargo in Jesus' name. അത് zero ആയി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. Thank you, Holy Spirit of God. ആ കൈകളിൽ നിന്ന്, കക്ഷങ്ങളിൽ നിന്നുള്ളതായ ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ TB പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. യൂട്രസിലെ ട്യൂമറുകൾ, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് സഹോദരി സൂസനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവൻ ഇപ്പോൾ ഈ മകളുടെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളെ 11 മണിക്ക് ഈ വ്യക്തി വിളിച്ചു പറയുന്നത് യേശുവിന്റെ അത്ഭുതകരമായ സാക്ഷ്യമായത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ അവിടുന്ന് പകർന്ന് വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയമുള്ളവരെ, യേശു നമ്മോടുകൂടെയുണ്ട്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നലെ എറണാകുളത്ത് മീറ്റിംഗ് 3 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അനേകം കുടുംബാംഗങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിപ്പാനും ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു. കടന്നു വന്ന എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ അവിടെ അനുഭവിച്ച കാര്യം ഒരു പ്രാർത്ഥന വലിയൊരു മീറ്റിംഗ് ആയിട്ടല്ല, മറിച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കൂടുന്ന ആ ഒരു സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ വളരെയധികം സന്തോഷമായി. തുടർന്ന് നമുക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, പറഞ്ഞാട്ടെ. ബ്രദറാണ്, പറഞ്ഞാട്ടെ. ഇന്നലെ ഒരു ഓമന വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊട്ടാരക്കരത്തിന്റെ മകളുടെ ഡെലിവറിയുടെ കാര്യം പറഞ്ഞേ. അതെ അതെ സാറേ, ഇന്നലെ അത് മകളെ ഞായറാഴ്ച അഡ്മിറ്റ് ആക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 9 മാസം പൂർത്തിയായില്ലായിരുന്നു. എന്നാല് കഴിഞ്ഞ രാത്രിയില് മകൾക്കൊരു വേദന ഉണ്ടാവുകയും, ചെറിയ ഒരു വേദന, സാധാരണ ഒരു വേദനയല്ല, ചെറിയ ഒരു വേദന ഉണ്ടാവുകയും അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാല് വലിയ വേദനയില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട, ആഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതല് മകൾക്ക് കൊടുക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുക്കുകയും ചെയ്തു. ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ് പാസ്റ്റേ. 9 മാസം 15-ാം തീയതി ആകുമ്പോഴേ തികയത്തുള്ളൂ. ഞാൻ വളരെ വേദനയോടാണ് പാസ്റ്റയെ വിളിച്ചത്. അപ്പോഴേ ആ പാസ്റ്റയെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മകളെ വിളിച്ചു പറഞ്ഞു, മോളെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ മകൾക്ക് കിട്ടും, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. എന്നാല് ഇന്നലെ വൈകിട്ട് 7 മണി ആയപ്പോഴേ സാധാരണ നല്ലപ്പെട്ട ഒരു പ്രസവത്തിന് അനുഭവിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതൽ കൊടുക്കുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ തന്നെ മകൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഒരു വലിയ സന്തോഷം കേട്ടോ. തുള്ളിച്ചാടുക. പ്രേയിങ് കേരളയും അവരോടൊപ്പം സന്തോഷിക്കുക. ഇന്നലെ രാവിലെ ഈ മാതാവ് വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. നമ്മുടെ കണ്ണുനീർ യേശുവിന് തുടയ്ക്കാൻ അതിനു മാത്രം വർഷങ്ങൾ വേണ്ട സഹോദരങ്ങളെ. ഒരു സെക്കൻഡ് മതി. യേശുവിന്റെ സ്പർശനത്താൽ സകല അനുഭവങ്ങൾക്കും മാറ്റം വരും. ഈ ഞായറാഴ്ച സൗദിയിലോ ഏതോ ഗൾഫ് രാജ്യത്തിൽ അഡ്മിറ്റ് ചെയ്ത്
അനുബന്ധമായ എല്ലാ ചികിത്സകളും തുടങ്ങണമെന്ന അതുപോലെ പ്രശ്നങ്ങളായിരുന്നു. യേശു നോക്കിക്കേ, അത് വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്ത് നോക്കിക്കേ, ഒരു കേട് കൂടാതെ കർത്താവ് കൊടുത്ത വിടുതലിന് നമ്മൾ ഒന്നിച്ച് സന്തോഷിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഗർഭിണികളായ സ്ത്രീകൾ, സഹോദരിമാർ, നിങ്ങളുടെ വയറിൽ കരങ്ങൾ വെച്ചാട്ട്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഗർഭാവസ്ഥയിലായിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളുടെ കരങ്ങൾ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി, യേശുവിൽ വിശ്വസിക്കുന്ന അടയാളമായി ഞങ്ങളോടൊപ്പം കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Every pregnant woman in Jesus' name be blessed in the name of Jesus. Pregnant ആയിരിക്കുന്ന ഓരോ സ്ത്രീയെയും യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വളർച്ചയെത്തട്ടെ, ആരോഗ്യമുള്ളതാകട്ടെ, പുഷ്ടിയുള്ളതാകട്ടെ, വൈകല്യങ്ങൾ ഇല്ലാത്തതാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഡ്യൂ സീസണിൽ തന്നെ മാസം തികഞ്ഞ്, സമയം തികഞ്ഞ്, അത് നോർമൽ ഡെലിവറിയോടുകൂടെ ആ കുടുംബങ്ങൾ സന്തോഷിക്കുന്ന കാണുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. Bless them, Lord. Help us, Lord, to see them rejoicing in you. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഈ പ്രിയ മാതാവിന് അവിടുത്തെ കൊടുത്ത വിടുതലിന്റെ, ആ മകൾക്ക് കൊടുത്ത വിടുതലിന്റെ സാക്ഷ്യം ഈ അമ്മ പറയുമ്പോൾ അവരുടെ സന്തോഷം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ ജനത്തിന്റെ കണ്ണ് നിന്നെ അവിടുന്ന് തുടയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. എറണാകുളത്ത് വന്ന എല്ലാവരെയും ഉള്ള സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞ സകല വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നലെ എറണാകുളത്ത് വന്ന് സകലം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ പറഞ്ഞ സകല വിഷയത്തിനുമേലും അങ്ങ് പ്രവർത്തിച്ച് അങ്ങ് മറുപടി നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. സ്വന്തമായിട്ട് ജോലിയില്ല, ഹസ്ബൻഡ് 1 വർഷം മുമ്പ് മരിച്ചുപോയി. ഇന്നലെ എറണാകുളത്ത് മീറ്റിങ്ങിന് ഈ മാന്യ സഹോദരി കടന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം, പ്രത്യേകിച്ച് 2 കണ്ണിനും അവരുടെ മകളുടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾക്ക് കണ്ണിന് 40% കാഴ്ച ഉള്ളൂ. വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എണ്ണ കരങ്ങളിൽ എടുക്കുവാൻ താങ്കൾക്ക് വേണ്ടി താങ്കൾ വാങ്ങിച്ച താങ്കളുടെ പക്കലിരിക്കുന്ന എണ്ണ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു തരുന്നതായിരിക്കും. അടുത്തെവിടെയെങ്കിലും ആയിരിക്കുന്നെങ്കിൽ വേഗം അത് കരങ്ങളിൽ എടുത്താട്ട് അതിനു മുമ്പ് ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. കണ്ണുകൾക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകൾ അകത്ത് ഉള്ള കെടുതികൾ, ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും കണ്ണിന് തികഞ്ഞ കാഴ്ച തരുവാൻ, താങ്കളുടെ പ്രായം എത്രയാണെങ്കിലും യേശു അത്ഭുതങ്ങളുടെ കർത്താവായതുകൊണ്ട് പ്രായത്തെ നോക്കിയല്ല, ആണാണോ പെണ്ണാണോ നോക്കിയല്ല യേശു വിടുവിക്കുന്നത്. യേശുവിന് താങ്കളെ വിടുവിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ തന്നെ താങ്കളുടെ വിടുതലിന്റെ സമയമാകിയാൽ കണ്ണിന് കാഴ്ച പ്രയാസമുള്ളവർ കണ്ണുകളിലേക്ക് കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ every optical nerve function 100% normally in Jesus name. യേശുവിന്റെ നാമത്തിൽ കണ്ണുകളിലെ ഓരോ ഞരമ്പുകളാണ് ഇപ്പോൾ പൂർണ്ണമായി ആരോഗ്യത്തോടെ ഫങ്ഷൻ ചെയ്യട്ടെ. കണ്ണിലെ ഓരോ പ്രവർത്തന സംവിധാനവും യേശുവിന്റെ നാമത്തിൽ, തലച്ചോറുമായിട്ടുള്ള ബന്ധങ്ങൾ, തലച്ചോറിനകത്തെ പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ റീഓർഡർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. ആ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്നു, തികഞ്ഞ കാഴ്ച ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. റിനു പ്രേയിങ് കേരളയിൽ നമ്മൾ മറ്റനേകർക്ക് വേണ്ടി എണ്ണ, അവരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇത് ചെയ്യുവാനുള്ള സാഹചര്യം, തിരുവനന്തപുരത്തെ മീറ്റിങ്ങിന് നമ്മൾ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ ആരോ പ്രാർത്ഥിച്ചിട്ട് വൃക്കകൾ 2 ഫെയിലായ ഒരു കുഞ്ഞ്, എണ്ണ തൊടാൻ പാടില്ല, പിന്നെ ഉപ്പ് തൊടാൻ പാടില്ല. പക്ഷെ ആ കുഞ്ഞിനെ ആരോ പ്രാർത്ഥിച്ചിട്ട് 200 ml വെളിച്ചെണ്ണ അദ്ദേഹത്തെ കുടിപ്പിച്ചു. അതും പ്രാർത്ഥനയുടെ പേരിലാണ് നടന്നത്. നേരെ ആ കുഞ്ഞിനെ വാരിക്കൊണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ICUയിലേക്ക്, നെഫ്രോളജിയിലേക്ക് കൊണ്ടുപോയത്. അവരിൽ നിന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുമ്പോൾ
ആ വാർഡിലുണ്ടായിരുന്ന ആരോ ആണ് പ്രേയിങ് കേരളയുടെ നമ്പർ കൊടുത്ത് അവർ പെട്ടെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. നമ്മുടെ സുരേഷ് ബ്രദർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് വേഗം പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം ജോലിക്കിടയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെ, ജോലി പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഞാൻ പോകുകയെന്ന് പറഞ്ഞു. വേഗം താൻ അവിടെയൊക്കെ പോയി. നെഫ്രോളജിയിൽ ആ സമയത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു, പ്രത്യേക പെർമിഷൻ എടുത്ത് അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു. തൻ്റെ കരം അദ്ദേഹം ആ കുഞ്ഞിൻ്റെ മേൽ വച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. സോ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഒരു കാലത്ത് ഉണ്ടാകാൻ പാടില്ല. ഈ പ്രാർത്ഥിക്കുന്ന എണ്ണ ആരും എടുത്ത് കുടിക്കേണ്ട. ബൈബിൾ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സൗഖ്യമില്ലാതാകുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവമക്കളെ വിളിച്ച് എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എണ്ണ പുരട്ടി പ്രാർത്ഥിക്കും. ഞങ്ങളിത് ആവർത്തിക്കട്ടെ. ഇറ്റ്സ് വെരി ക്ലിയർ ഇൻ ദ വേർഡ്. എണ്ണ പുരട്ടി പ്രാർത്ഥിക്കണം. കേൾക്കാതിരിക്കുന്നവരും ഒന്നുകൂടെ കേൾക്കണം. എണ്ണ പുരട്ടി പ്രാർത്ഥിക്കണം. ഇതിന് വിരോധമായി ഇതല്ലാതെ വേറൊരു മാതൃക ബൈബിളിൽ കാണിച്ചു തരുന്നില്ല. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡ്രിങ്ക് ഇറ്റ്. നോ വേ. ഈ എണ്ണ നമ്മൾ ഒരിക്കലും കുടിക്കില്ല. ഇനിയും ചിലർ കൂടോത്രം മാറേണ്ടതിന് വേണ്ടി എണ്ണ പ്രാർത്ഥിച്ച് കുടിപ്പിക്കുന്നുണ്ട്. അതും ബൈബിൾ അനുവദിക്കുന്നില്ല. കൂടോത്രം മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശുവേ എന്ന് വിളിച്ചാൽ കൂടോത്രം തന്നെ പോകും. അത് നിഷ്ഫലമായി പോകും. വേറെ ഒന്നും അതിനകത്ത് ചെയ്യണ്ട. കൂടോത്രം തകിടായിട്ട് കുഴിച്ചിട്ടിരിക്കുന്നതായിരിക്കും. അതെടുത്തത് കൊണ്ട് കൂടോത്രം മാറത്തില്ല. അതിനകത്ത് വച്ചിരിക്കുന്ന ആ പരാശക്തികളുണ്ട്, ആ ശത്രുവിൻ്റെ ശക്തികളുണ്ട്, അവയാണ് മാറിപ്പോകേണ്ടത്. അത് എടുത്തത് കൊണ്ട് മാറുന്നില്ല. അതിൻ്റെ ഓപ്പറേഷൻസ് മാറണം. ആ ശത്രുവിൻ്റെ പ്രവർത്തന മണ്ഡലം മാറണം. അതിനെ കീറി മുറിച്ച് കളയാൻ യേശുവിൻ്റെ നാമത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. സോ ബൈബിൾ കാണിച്ചു തരുന്ന ശുശ്രൂഷയുടെ യഥാർത്ഥ രീതിയിൽ നമുക്കൊന്നിച്ചു പോകാം. ഈ എണ്ണ താങ്കളുടെ കരങ്ങളിൽ എടുത്തല്ലോ, വേഗം ആ എണ്ണ കരങ്ങളിൽ എടുത്തല്ലോ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗമുള്ള ഭാഗത്തിന് ശേഷം പുരട്ടണം. യേശു അത്ഭുതകരമായ വിടുതൽ താങ്കൾ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ താങ്കൾക്ക് നൽകിത്തരും. താങ്കൾ യേശുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തോടുകൂടെ ദൈവവചന പ്രകാരം പ്രേയിങ് കേരളയിൽ ഞങ്ങളും താങ്കളുടെ കൂടെ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ചേർന്ന് ആ എണ്ണയുടെ മുകളിൽ കരങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ എണ്ണ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർക്കത് നൽകുമ്പോൾ, യേശുവേ, അവിടുത്തെ നാമനിമിത്തമുള്ള വിടുതൽ അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. യേശുവിൽ ഉള്ള വിശ്വാസത്തിന്റെ വർധനവിന് ഇതൊരു അടയാളമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇത് പുരട്ടുന്ന ഓരോ ശരീരങ്ങളും ഇപ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യത്താൽ നിറയപ്പെടട്ടെ. അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ. വളഞ്ഞുപോയ അസ്ഥികള്, നിവരാതിരിക്കുന്ന ശാരീരിക അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിവർന്നു വരട്ടെ. തളർന്നുപോയ ശാരീരിക അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ സജീവമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ, ആരനാട്ടിൽ വിളിച്ചിരിക്കുന്നു. മകൾ ജോലി കിട്ടണം, മകൻ ദൈവ വേലയിലാകണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മോനും മോളും കർത്താവെ, അവർക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അവിടുന്ന് ഒരു വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായിട്ട് ഉയർച്ച ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ജോസഫ് പോൾ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ ഡെലിവറി ടൈം ആകുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണ്. പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണ ബലമുള്ളൊരു പൈതൽ പുറത്തു വരുവാൻ തക്കോണം ദൈവം ഇടയാക്കണം. ആരോഗ്യമുള്ളൊരു കുഞ്ഞായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റിനു. ഇന്നലെ എറണാകുളത്തെ മീറ്റിംഗ് കടന്നു വന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അനേകം പേര് വിളിച്ചു. അവരുടെ ജീവിതത്തിൽ അത് വലിയ വ്യത്യാസത്തിന് കാരണമായി. റിനു, ഞാൻ അവിടെ ചെന്ന് നമുക്ക് കണ്ടത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുകയായിരുന്നു. ഒരു കുടുംബ സംഗമമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ബ്രദറെ, ഒരു 100 രൂപ പോലും കാണിക്ക തരാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ സാഹചര്യം വരാനുള്ളതാണെങ്കിലും വരുന്നില്ല. ഇന്നലെ ആ പ്രിയപ്പെട്ടവർ അവിടെ കടന്നു വന്നു. ഞാൻ അന്നേരം വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുടുംബസംഗമം കാണിക്ക ശേഖരണമല്ല, പകരം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ അവർ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ വിടുതലാണ് സാക്ഷ്യപ്പെടുത്തിയത്. യേശു അനേകരെ വിടുവിക്കും. ഭർത്താവിന് ഭയങ്കരമായ ചൊറിച്ചില്ലാൽ ഭാരപ്പെട്ടപ്പോൾ ഷീല പത്തനംതിട്ട എന്ന് വിളിച്ചു, പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു.
20 മിനിറ്റിനുള്ളിൽ ചൊറിച്ചിൽ മാറി. യേശുവിന് നന്ദി. പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി. മിനിഞ്ഞാന്ന് രാത്രിയിലുണ്ടായ വയറുവേദന പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ട്രിവാൻഡ്രത്ത് നിന്ന് ലില്ലി എന്ന് പറയുന്ന ഒരാളെ ഇത് അറിയിച്ചിരിക്കുന്നു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രേ കേരളയിൽ ആയിരങ്ങളെ കർത്താവ് വിടുവിക്കുന്നു. ഇതിന്റെ കാരണം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. വരൂ, നമുക്കൊന്നിച്ച് കരങ്ങൾ കൊടുക്കാം. യെസ്, ഈ ശുശ്രൂഷയിൽ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ഞങ്ങളോടൊപ്പം ഞങ്ങളെ ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷയിൽ എത്തിക്കുന്ന ഹാർവസ്റ്റ് ടെലിവിഷൻ കുടുംബമുണ്ട്. ബ്രദർ വിപിക്കായി, കുടുംബത്തിനായി, ഹാർവസ്റ്റ് ടി വി ടീമിനായി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നമുക്ക് അവർ ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റിനു ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഹാർവസ്റ്റ് ടീവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. അവരുടെ എല്ലാ മേലിലും കർത്താവേ ദൈവിക കരം കർത്താവേ ഇറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. അവരുടെ സാമ്പത്തിക മേഖലയിലെല്ലാ ഞെരുക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സിഗ്നൽസിലെല്ലാം കർത്താവേ തക്ക സമയത്ത് കർത്താവേ എല്ലായിടത്തും കടന്നു ചെല്ലട്ടെ കർത്താവേ. ആ ചാനൽ കർത്താവേ അനേകർക്ക് ഒരു ആശ്വാസത്തിന് ഒരു വിടുതലിനും കാരണമായി മാറട്ടെ. ഞങ്ങൾ ഹാർവസ്റ്റ് ടീവി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്ക് ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പാസ്റ്ററെ, നമ്മുടെ പ്രിയ തങ്കച്ചാന്റെയും നമ്മുടെ ആൽവിന്റെയും ബർത്ത്ഡേ ആണ് ഇന്ന്. ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ക്ഷണിക്കട്ടെ. അവരെ വിളിച്ചാട്ട് പ്രാർത്ഥന കേരളത്തിൽ ഈ ശുശ്രൂഷകൾ താങ്കൾ ഞങ്ങളോടൊപ്പം കടന്നു വരുന്നതിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുമ്പോൾ ഞങ്ങളുടെ അഭിമാനവും സന്തോഷവും എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ 10,000-കണക്കിന് കർത്തൃദാസിദാസന്മാർ, ദൈവസഭകൾ പ്രാദേശിക തലത്തിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. എന്നെ ടെലഫോണിൽ വിളിച്ച് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, മോനെ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ബ്രദറെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്. പ്രിയ നമ്മുടെ സഹോദരൻ തങ്കച്ചൻ്റെയും ആൽവിൻ്റെയും ബർത്ത്ഡേ, രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു ആൽവിൻ. മേ ദ ലോർഡ് ബ്ലസ് യു. തങ്കച്ചായ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്, എല്ലാ നിലയിലും കർത്താവ് നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേരളത്തിൽ ധാരാളം ആളുകൾ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ വിടുതലോടുകൂടെ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ലോകരാജ്യങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കുക. 7 മണിക്ക് ശേഷം താങ്കളുടെ ടെലിഫോണിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവം. കർത്താവേ, നിന്റെ നാമത്തിൽ ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവരെ, വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രിയ 2 സഹോദരങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സ്വർഗത്തിലെ ദൈവത്തിന്റെ നന്മകൾ കൊണ്ടും അവിടുന്ന് അവരെ നിറയ്ക്കണം. കൂടുതൽ അങ്ങേക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ പ്രിയ പിതാവേ, ആകെ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കൂടെ വേഗം ഈ കേക്ക് കട്ട് ചെയ്യുക. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കട്ട് ചെയ്തത് കഴിക്കുമ്പോൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ജോലിയിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ അടുക്കളയിൽ, കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ അനുഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. സമ്പൂർണമായ ദൈവകൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവിക സൗഖ്യത്താൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നവർ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമായി സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. നാളെ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അര കപ്പ് വെള്ളം കൂടെ എടുത്ത് വേണം വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുവാൻ. നമ്മൾ ആ വെള്ളം നാളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വീണ്ടും കാണാം. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, നീ എത്ര നല്ലവൻ, യേശുവേ, നീ എത്ര നല്ലവൻ, യേശുവേ, നീ എത്ര നല്ലവൻ, യേശുവേ, നീ എത്ര നല്ലവൻ, യേശുവേ,